പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. പാലക്കാട്ടെ ഇരട്ട വോട്ട് വിവാദത്തിൽ പരസ്യ പ്രതിഷേധവുമായി LDF കളക്ടർക്ക് പരാതി നൽകി. വിവാദ വോട്ടുകൾ പോൾ ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു. പരാതിയിൽ കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ പറയുന്നു. ജില്ലാ കളക്ടറുടെ വാക്കുകളിലേക്ക്. ചില പരാതികൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടന്നിട്ടുണ്ട്. നമ്മളതൊരു പ്രത്യേക ലിസ്റ്റായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക ലിസ്റ്റായിട്ടാണ് അത് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിക്രമമുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ വീഴ്ച കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാവും. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട്. അശ്വിൻ, ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിനത്തിലും ഒരു കളക്ടറേറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചിന് LDF ഒരുങ്ങുന്നു. ഒരു പരാതി ജില്ലാ കളക്ടർക്ക് കൈമാറുന്നു. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി LDF ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ വോട്ടെണ്ണലിന് ശേഷവും വിധി വന്നതിന് ശേഷവും ഒക്കെ ഒരു വലിയ ചർച്ചകൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമൊക്കെ കളമൊരുങ്ങുന്ന തരത്തിലാണോ LDFൻ്റെ പുതിയ നീക്കം? അശ്വിൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇന്നിപ്പോൾ കളക്ടറേറ്റിലേക്ക് നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AK ബാലൻ പറഞ്ഞതും അത് തന്നെയാണ്. ഇന്നത്തെ പരാതിയിലൊന്നും ഒരു തീരുമാനമായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ പോലും ശക്തമായ നിയമ നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് LDFൻ്റെ നിലപാട്. അതേസമയം ഈ ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യിക്കും എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. അത് നിയമപരമായി അങ്ങനെ ചെയ്യാനേ കഴിയൂ. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരാണ്, അവരെ വോട്ട് ചെയ്യിക്കാതിരിക്കാനാവില്ല. അത് പ്രത്യേക നടപടി പ്രകാരമായിരിക്കും ഈ വോട്ടുകൾ പോൾ ചെയ്യുക. ASD വിഭാഗത്തിൽപ്പെടുത്തി എല്ലാ വോട്ടുകളും, ഇരട്ട വോട്ടുകളുള്ള വോട്ടുകളെല്ലാം പോൾ ചെയ്യും. ASD എന്ന് വെച്ചാൽ ആബ്സെൻറ്റ്, ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡെത്ത്, ഈ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളായി പരിഗണിച്ചാകും ഇരട്ട വോട്ടായി പരിഗണിക്കപ്പെടുന്ന വോട്ടുകൾ ചെയ്യിക്കുക. അത് ചില നടപടിക്രമങ്ങളുമുണ്ട്. ഈ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾ ഇരട്ട വോട്ട് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അവരുടെ ചിത്രങ്ങൾ എടുക്കും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യും. അവരിൽ നിന്ന് ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങും. അതിനുശേഷം അവർ മറ്റേതെങ്കിലും ബൂത്തിലോ മറ്റേതെങ്കിലും ഇടത്തോ വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടി അല്ലെങ്കിൽ അത് എതിർക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ ഇരട്ട വോട്ട് ആരോപണത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. അതിലൊന്നും LDF തൃപ്തരല്ല. ശക്തമായ നിയമ നടപടി വേണം. അത് ഇല്ലാതെ പിന്നോട്ടില്ല, അതിലൊരു ഉറപ്പ് ലഭിക്കാതെ പിന്നോട്ടില്ല എന്നുള്ളതാണ് LDFൻ്റെ നിലപാട്. എന്തായാലും അവസാന മണിക്കൂറിലും ഇരട്ട വോട്ട് വലിയ വിവാദമായി മാറുകയാണ്. ശരി, അശ്വിൻ പാലാഴി പാലക്കാട്ട് എന്ന വിവരങ്ങൾ നൽകുക.